സത്യത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. നമ്മുടെ വേറെ ഒന്നും പഠിക്കേണ്ട, നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് കണ്ട് ഒരു മുടങ്ങാതെ കൃത്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഓരോ ദിവസം കൃത്യമായിട്ട് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് റിവിഷൻ ക്ലാസ്സിനോട് കയറുമ്പോൾ നമ്മൾ ഏകദേശം സെറ്റായിരിക്കും. മോട്ടിവേഷൻ കുറഞ്ഞു പോകുമ്പോൾ ഞാൻ പിന്നെ പഠിക്കാതാകുമ്പോഴത്തേക്ക് ഈ സാറിന് വെബിനാറിൽ കയറുമ്പോൾ പിന്നെ അടുത്ത ദിവസത്തേക്ക് വീണ്ടും തുടങ്ങും. സഹകാരിയുടെ CSCB സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പൊ നമ്മളുള്ളത് ചേർത്തലയിലാണ്. ചേർത്തലയിൽ നിന്നും വരുന്ന നമ്മുടെ ശങ്കർ, വളരെ പ്രിയപ്പെട്ട ശങ്കർ, ഇപ്പൊ നിലവില് ഇപ്പൊ എത്ര ബാങ്കിൽ ലിസ്റ്റ് വന്നു ശങ്കര? സാറേ ഞാൻ ഇപ്പോ ബാങ്കിൽ 6-7 ബാങ്കിലുണ്ട്. എന്നാലും തൊട്ടടുത്ത റാങ്ക് എന്ന് പറയുന്നത് 3 ബാങ്കാണ്. ഇപ്പോൾ ഫസ്റ്റ് ബാങ്ക് കോഴിക്കോടാണ്, സൂപ്പർ ഗ്രേഡ് ആണ്. പിന്നെ ബാക്കി 2 ബാങ്ക് അടുത്താണ്, എന്നാലും ഒരെണ്ണം സ്പെഷ്യൽ ഗ്രേഡ് ആണ്, മറ്റേ സൂപ്പർ ഗ്രേഡ് ആണ്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാന്നുള്ള അഡ്വൈസ് ആയിട്ടുണ്ട്. അതെ. അപ്പൊ വളരെ സന്തോഷത്തിലാണ് നമ്മള് പെട്ടെന്ന് അഡ്വൈസ് ആയ വിവരം ശങ്കർ വിളിച്ച് പറയുന്നു ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ശങ്കർ, നമുക്കിപ്പോ നമ്മുടെ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു ആക്ച്വലി? സാറേ ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. അതിന് ഡിഗ്രി എന്ന് പറയുന്നത് BCom കോപ്പറേഷനിലാണ്. കോപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു. പിന്നെ PG MCom ആണ് ചെയ്തത്. അപ്പൊ കോപ്പറേഷൻ കോപ്പറേഷൻ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സഹകരണ മേഖലയിലേക്ക് വരാൻ വേണ്ടി എത്ര സമയം എടുത്തു? അതോ നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങി? ഇല്ല സാറേ, ഞാൻ പഠിച്ചിട്ടില്ല. സത്യത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. BCom കോപ്പറേഷൻ അന്ന് കൂടെയുള്ളവർ പഠിക്കുന്നതുകൊണ്ട് ഞാൻ കോപ്പറേഷൻ എടുത്തു. ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് കോപ്പറേഷൻ എടുത്തു. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ചൊരു സാധ്യതയോ അല്ലെങ്കിൽ ഇങ്ങനെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അത് ഞാൻ പണ്ടേ ശ്രമിച്ചിരുന്നു, പക്ഷെ അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടുമില്ല. പിന്നെയാണ് ഞാൻ ഈ സാറിന്റെ ആഡ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ സാറിനെ നേരിട്ട് വിളിച്ചപ്പോൾ സാറ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ മടിച്ചു നിന്ന് ജോയിൻ ചെയ്യാൻ. 2 മാസം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ചത്. എന്നിട്ടാണ് പിന്നെ ഞാൻ ജോയിൻ ചെയ്ത്. ആദ്യം ജോയിൻ ചെയ്തപ്പം മൊത്തത്തിൽ എല്ലാം ഒന്ന് പൊടിതട്ടി എടുക്കണോ, എന്നിട്ട് കോപ്പറേഷനൊക്കെ ഞാൻ പഠിച്ചത് മറന്നുപോയി. വീണ്ടും ഞാനത് ഒന്നുകൂടെ നന്നായിട്ട് ക്ലാസ്സിൽ സാറ് നല്ല രീതിയിൽ എടുത്തു തന്നപ്പോൾ ഓരോന്ന് മനസ്സിലായി, എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ പയ്യനെ പഠിച്ചു തുടങ്ങിയിട്ട് ഫസ്റ്റ് പരീക്ഷ എഴുതി. ആദ്യമായിട്ട് പരീക്ഷ എഴുതി. അത് 13/2024 ആ പരീക്ഷ എഴുതിയിൽ അതിൽ ഞാൻ ലിസ്റ്റ് വന്നു ആയിട്ട്. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. പിന്നെ സാർ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ ഇത് നമുക്ക് എന്താന്ന് പറയുന്നത്, അതെ, സാറ് പറയാറില്ലേ, നമ്മൾ മടുത്തു പോകരുത്, എപ്പോഴും നമുക്ക് വേണ്ട ഒരു ഇതെപ്പോഴും വേണമെന്നോ. അങ്ങനെ സാറിന് ക്ലാസ് ഒക്കെ കിട്ടി. അങ്ങനെ ഏകദേശം എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ വന്ന് അതിൽ ഇന്റർവ്യൂവിന് പോയി. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അത് റാങ്ക് ഇച്ചിരി താഴെയായിരുന്നു. പിന്നെ അത് പഠിക്കാനുള്ള പ്രചോദനമായി. വീണ്ടും അങ്ങനെ വേറെ ബാങ്കിൽ അപേക്ഷിച്ച് അതിൽ ഞാൻ എഴുതി. അപ്പൊ അതിൽ ലിസ്റ്റിൽ വന്ന് അതിൽ ഇന്റർവ്യൂവിന് പോയി. ലാസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ആദ്യം പേടിയായിരുന്നു, പിന്നെ പോയി പഴക്കമായി. അങ്ങനെ ആണ് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് വന്ന് നോക്കി ഈ ബാങ്കിലേക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ കുറെ കാലം നമ്മൾ സഹകരണത്തിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ സമയം ഒരുപാട് കളഞ്ഞു. ഞാൻ 2013 ഡിഗ്രി കഴിഞ്ഞത്. 2013, 14, 15 അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. ഞാൻ പ്രൈവറ്റ് ഫീൽഡിലും അതിനൊക്കെ ജോലിക്ക് ഇങ്ങനെ പോയി. പിന്നെയാണ് ഇതിലേക്ക് വന്നത്. ഈ സാറിന്റെ ക്ലാസ് കണ്ട് പിന്നെ ഇതിലേക്ക് വന്ന് പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് ഏകദേശം കോൺഫിഡന്റ് ആയി, കിട്ടും എന്നുള്ളത് മനസ്സിലായി. വന്നതിന് ശേഷം നമുക്ക് ഒരു കോഴ്സിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ആക്ച്വലി ഒരു ക്ലാസിന്റെ ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? ഫീൽ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വരുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ടെൻഷനായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ കൂടെയുള്ളവരൊക്കെ ഓൾറെഡി പഠിച്ച് അവരങ്ങ് ഫുള്ള് സെറ്റാ. സാറൊരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവരൊക്കെ ഉത്തരം പറയും. ഞാൻ ആദ്യം ഇങ്ങനെ കിളിയോ ഇരിക്കുമല്ലോ, എനിക്കൊന്നും മനസ്സിലാകത്തില്ല. കാര്യം ഞാൻ ഇവരൊക്കെ ഇത്രയും പഠിക്കുന്ന ആൾക്കാർ ഇതിനിടയ്ക്ക് ഞാൻ വന്നാൽ എനിക്ക് ഒരു പണി നടക്കത്തില്ല, എനിക്ക് കിട്ടത്തില്ല, ഇതൊക്കെ നിർത്താം. പിന്നെ സാറ് പറയില്ല, നമുക്ക് മോട്ടിവേഷൻ. അതന്നെ സാറ് പറയും, നമ്മുടെ മോട്ടിവേഷൻ എപ്പോൾ കുറയുന്നോ അപ്പൊ നമ്മൾ വീണ്ടും ഡൗൺ ആവും. അങ്ങനെ മോട്ടിവേഷൻ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ശ്രമിച്ച് സാറിന്റെ ഇത് വരുമല്ലോ, വെബിനാർ വരുമ്പോ അതിനകത്ത് കയറും. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കും. ശങ്കറിന്റെ ഫോട്ടോ ഇങ്ങനെ വരുമ്പോഴേ ഞാൻ ഇടയ്ക്ക് വിളിക്കും, ശങ്കറെ എന്ന് വിളിക്കുകയും ചെയ്യും. അത് വെബിനാർ കയറുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മോട്ടിവേഷൻ കുറഞ്ഞു പോകുമ്പോൾ ഞാൻ പിന്നെ പഠിക്കാതാകുമ്പോഴത്തേക്ക് ഈ സാറിന് വെബിനാറിൽ കയറുമ്പോൾ പിന്നെ അടുത്ത ദിവസമായിട്ട് വീണ്ടും തുടങ്ങും. വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ മോട്ടിവേഷൻ കുറയും, ഞാൻ പിന്നെയും വെബിനാറിൽ കയറും. സാറിനോട് ഇങ്ങോട്ട് പറഞ്ഞു, ഈ വെബിനാറിൽ കയറരുത്. സംഭവം സംഭവം വേറൊന്നുമില്ല, ഇതുകൊണ്ടാണ് ആ ഒരു മോട്ടിവേഷൻ നമുക്ക് വീണ്ടും കിട്ടാൻ വേണ്ടിട്ടാ. അങ്ങനെ ഞാൻ ശരിക്കും കൃത്യം ഒരു 6 മാസം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുള്ളൂ. 6 മാസം കൊണ്ട് ഏകദേശം ഞാൻ സെറ്റായി. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എല്ലാം 6 മാസം കൊണ്ട്. പരീക്ഷകളെ കൃത്യമായിട്ട് എഴുതി പോരുന്നത് കുഴപ്പമായിരുന്നു സാറേ? ഉഴപ്പമുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഈ ജോലിയുടെ സംബന്ധം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്നാലും പരീക്ഷകളൊക്കെ കൃത്യമായിട്ട് എഴുതുമായിരുന്നു.
ഒന്നും വേണ്ട സാറേ, നമ്മളെ വീട്ടിൽ നിന്ന് പഠിത്തമില്ല, ഞാൻ ലൈവ് ക്ലാസ്സിൽ കയറും, റെക്കോർഡ് ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. അത് രണ്ടും മാത്രം മതി നമുക്ക് സംഭവം കിട്ടാൻ. വേറെ ഒന്നും വേണം, നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമ്മൾ കേട്ട സാധനമോ എന്താന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ കാർക്കി കുത്തിയ പോലെ ശരിയാവും, കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഇന്ന് ശരിയായിരിക്കും. അങ്ങനെയാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. ലൈവ് ക്ലാസ് മുടക്കത്തില്ല, ലൈവ് ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്, അത് ഓരോ ദിവസം നമുക്ക് ടാർഗറ്റ് ഉണ്ടല്ലോ, ഓരോ ഇത്ര റെക്കോർഡ് ക്ലാസ് കാണണമെന്നുള്ളത്. അതും ഇങ്ങനെ നമ്മൾ കണ്ടു വരുമ്പോഴത്തെ ഏകദേശം കാര്യം സെറ്റ് ആവും. അങ്ങനെയാണ്. അപ്പൊ വളരെ വലിയ പ്രചോദനമാണ് ശങ്കറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് ഈ ഒരു മേഖലയിലുണ്ട്. അപ്പൊ ഉദാഹരണം നമുക്കിപ്പോ ഉള്ള റിസർവേഷന്റെ ഒരു രൂപം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള രൂപമാണ്. കാരണം നമുക്ക് SC/ST ആണെന്നുണ്ടെങ്കിലും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് PSC പോലെ അല്ല, നമുക്ക് വേണ്ടി പ്രത്യേകം പോസ്റ്റ് വിളിക്കുന്നു എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോ നമുക്ക് ഈ ഒരു മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശങ്കറിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താ? മെസ്സേജ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. നമ്മുടെ വേറെ ഒന്നും പഠിക്കേണ്ട, നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് കണ്ട് ഒരു മുടങ്ങാതെ കൃത്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ലൈവ് ക്ലാസ് റെക്കോർഡർ ക്ലാസ്സും ഓരോ ദിവസവും കൃത്യമായിട്ട് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് റിവിഷൻ ക്ലാസ്സിനോട് കയറുമ്പോൾ നമ്മൾ ഏകദേശം സെറ്റ് ആയിരിക്കും. അത് നല്ല രീതിയിൽ മാർക്ക് കിട്ടും, അത് ഉറപ്പാണ്. നമ്മൾ കറക്കി കുത്തുന്ന പോലും നമുക്ക് ശരിയായിരിക്കും. അതോ അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കറക്കി കുത്തുമല്ലോ, നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അതുവരെ ചിലപ്പോൾ ശരിയായിരിക്കും, കാര്യം നമ്മൾ കേട്ടിട്ടുള്ള സാധനങ്ങളായിരിക്കും എല്ലാം. അതുപോലെ സഹകരണ മേഖല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു മേഖലയാണ്. നമ്മള് പണ്ടത്തെ പോലെ അല്ല അല്ലെ? അതെ സാർ, അതെ. നമുക്ക് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള, നമുക്ക് പഠിച്ചെത്താൻ പറ്റുന്ന ഒരു മേഖലയാണ്. എല്ലാ കുട്ടികളും നന്നായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക, എത്തുക. എല്ലാവർക്കും വേണ്ടുന്ന അത്രയും വേക്കൻസി നമുക്കുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ. ശങ്കറിനോടൊപ്പം ആലപ്പുഴയിൽ നിന്നും. താങ്ക് യു.